ഇന്ന് അരങ്ങൊഴിഞ്ഞ ബഹുമുഖ പ്രതിഭ ശ്രീനിവാസൻ്റെ ഒരു അനുസ്മരണമാണ് ഈ വീഡിയോ. ശ്രീനിവാസൻ മലയാള സിനിമയിലെ എക്കാലത്തെയും ഏറ്റവും മികച്ച ഒരു അഭിനയ പ്രതിഭയാണ്. ശ്രീനിവാസനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശ്രീനിവാസനെക്കുറിച്ച് ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേംനസീർ സാറ് ശ്രീനിവാസനെ കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. നസീർ സാർ അങ്ങനെ അധികം ആരെ കുറിച്ച് അഭിപ്രായം പറയില്ല. അതായത് നമ്മൾ വലിയ ഉയരത്തിലെത്തിയവരൊന്നും പിന്നീട് അധികം ആൾക്കാർ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ അഭിപ്രായം മാത്രമേ പറയൂ. അത് വലിയ അവാർഡായിട്ട് എല്ലാവരും കരുതുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ ഇപ്പം ബ്രാഡ്മാൻ അധികം ക്രിക്കറ്റ് കളിക്കാരെ കുറിച്ച് എത്ര വലിയ കളി കളിച്ചാലും അവരെക്കുറിച്ചൊരു അഭിപ്രായം പറയില്ല. ഓസ്ട്രേലിയയിൽ തന്നെ വലിയ വലിയ കളിക്കാറില്ലേ, റിക്കി പോണ്ടിങ്, സ്റ്റീവോ, അങ്ങനെ ഒരുപാട് കളിക്കാരുണ്ടല്ലോ ഓസ്ട്രേലിയയിൽ തന്നെ. പക്ഷെ എന്നാലും ഓസ്ട്രേലിയ സ്റ്റീവോ വലിയ കളിക്കാരനാണ് അതൊന്നും ബ്രാഡ്മാൻ പറയില്ല. ബ്രാഡ്മാൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കറിച്ചത് കിട്ടാൻ വേണ്ടിയിട്ട് അന്നത്തെ കളിക്കാർ അവാർഡ് കിട്ടുന്നതിനേക്കാൾ അവർക്ക് സന്തോഷം. അവർ കാത്തു നിൽക്കില്ല. അവർക്ക് അവാർഡിനേക്കാളും വലിയ കാര്യം ബ്രാഡ്മാൻ എന്തെങ്കിലും അഭിപ്രായം പറയാം. അങ്ങനത്തെ ബ്രാഡ്മാൻ അഭിപ്രായം പറഞ്ഞ ഒരു കളിക്കാരൻ സച്ചിൻ ടെണ്ടുൽക്കറെ കുറിച്ചിട്ട് മാത്രമേ ബ്രാഡ്മാൻ അഭിപ്രായം പറയൂ. അവരെ ഓസ്ട്രേലിയക്കാരെ വരെ പറയില്ല. അതുപോലെ പേലെ വല്ലപ്പോഴും ഏതെങ്കിലും കളിക്കാരനെ കുറിച്ച് നല്ലത് പറയും. അത് വലിയ അവാർഡായിട്ട് കരുതും. പേലെ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞ കളിക്കാരനാണ് റൊണാൾഡീഞ്ഞോ. പേലെ മറഡോണനെ കുറിച്ച് വരെ നല്ലത് പറഞ്ഞിട്ടില്ല. പക്ഷെ റൊണാൾഡീഞ്ഞോനെ കുറിച്ച് പറഞ്ഞില്ല, അവൻ നല്ല കളിക്കാരനാണ്, അവൻ്റെ കളി വരുമ്പോൾ ഞാൻ കാണാൻ പോകും. അതൊരു വലിയ ഇതാണ് പ്രശസ്തി. അതുപോലെ നസീർ സാറ് ശ്രീനിവാസനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ശ്രീനിവാസനോട് പറഞ്ഞ്, നിങ്ങളെനിക്കൊരു തിരക്കഥ എഴുതി തരണം, ഞാൻ സംവിധാനം ചെയ്യുമ്പോൾ നിങ്ങളെ പടങ്ങൾ ഞാൻ കാണലുണ്ട്, നിങ്ങളെനിക്ക് വളരെ ഇഷ്ടമാണ്. ശ്രീനിവാസൻ പറയുന്നത് കിട്ടാവുന്നതിലും അപ്പുറമാണ് ഈ അവാർഡ് നസീർ സാറ് പറഞ്ഞത്. നമ്മൾ വളരെ അതിശയത്തോടു കൂടി കണ്ട ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് ഇങ്ങനെ നിങ്ങളെ പടം എനിക്ക് ഇഷ്ടമാണ്. അതുപോലെ പിന്നെ നസീർ സാർ പിന്നെ ഒരു അഭിപ്രായം പറയുന്നത് മോഹൻലാലിനെ കുറിച്ച് മാത്രമേ ഉള്ളൂ. മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പലരും ഈ കണ്ണ് ചുവപ്പിച്ചും ചുണ്ട് വിറപ്പിച്ചും അഭിനയിക്കുമ്പോൾ ലാൽ എത്ര നൈസർഗികമായിട്ടാണ് അഭിനയിക്കുന്നത് ഒരു പ്രാവശ്യം അങ്ങനെ നസീർ സാറ് പറഞ്ഞു. അത് മോഹൻലാൽ വലിയ അവാർഡാണ്. അപ്പോൾ ശ്രീനിവാസനെ കുറിച്ച് ഞാൻ ഇപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ഫുൾ വീഡിയോ വേറെ ഇതിലുണ്ടാവും. ഇത് ചെറിയൊരു വീഡിയോ ആണ്, ഷോർട്ട് വീഡിയോ ആണ്. നിങ്ങൾക്ക് ഫുൾ വീഡിയോ കാണണമെങ്കിൽ വേറൊരു വീഡിയോയും കൂടി ഇതിൻ്റെ തുടർച്ചയുണ്ടാവും. പക്ഷേ ഞാനൊരു ഷോർട്ടായിട്ട് കാണിക്കുന്നത്. പിന്നെ ശ്രീനിവാസനെ അധികം കുറേ സംവിധായകയിലൊന്നും അഭിനയിച്ചിട്ടില്ല, കുറഞ്ഞ ചില സംവിധായകയിൽ അഭിനയിച്ചിട്ടുള്ളൂ. എന്നിട്ട് ശ്രീനിവാസൻ ഇത്രയും പ്രശസ്തിയിലെത്തി. അതിനെക്കുറിച്ച് എന്ന് പറയാൻ പോകുന്നത്, അരിയറിൻ്റെ ഒരു പടത്തിലും ശ്രീനിവാസൻ അഭിനയിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. അതുപോലെ ശശികുമാറിൻ്റെ പടത്തിലും ശ്രീനിവാസനെ കണ്ടിട്ടില്ല. ജോഷിയുടെ ഒരു അവസാന 2020 ചെറിയ റോളിൽ കണ്ടിട്ട് അത്രയേ ഉള്ളൂ. അത് പിന്നെ സിനിമാ സംഘടന എടുത്ത സിനിമയായതുകൊണ്ട് അതിൽ ശ്രീനിവാസൻ അഭിനയിച്ചു. പിന്നെ ഫാസിലിൻ്റെ പടത്തിലും ശ്രീനിവാസനെ കണ്ടായിട്ട് ഓർക്കുന്നില്ല. പിന്നെ മോഹൻ എന്ന് പറഞ്ഞാൽ ശ്രീനിവാസനെല്ലാം അഭിനയിക്കണം മോഹൻ്റെ പടത്തിൽ. പക്ഷേ ശ്രീനിവാസൻ മോഹൻ്റെ പടത്തിൽ കണ്ടിട്ടില്ല. അതുപോലെ ബാലചന്ദ്ര മേനോൻ്റെ പടത്തിൽ അനിവാര്യമാണ് ശ്രീനിവാസൻ. പക്ഷേ ബാലചന്ദ്ര മേനോൻ ഒരു പടത്തിലും ശ്രീനിവാസൻ എടുത്തായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഏതെങ്കിലും പടത്തിലുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് റിക്വസ്റ്റ് ചെയ്യും. കാരണം ബാലചന്ദ്ര മേനോന് പേടിയായിരിക്കും ശ്രീനിവാസനെ എടുക്കാൻ. കാരണം ഇവരെ സംവിധാനത്തിൽ എന്തെങ്കിലും ഫോൾട്ട് പറ്റിയ ശ്രീനിവാസൻ കണ്ടുപിടിച്ചേക്കോ എന്നുള്ള പേടിയായിരിക്കും ഇവർക്ക്. അങ്ങനെയാണ് ഇവരൊന്നും ശ്രീനിവാസനെ എടുക്കാത്തത്. അതുപോലെ ഭരതനെല്ലാം ഒരു പടത്തിൽ ശ്രീനിവാസനെ കണ്ടായിട്ട് ഓർക്കുന്നില്ല. ഭരതൻ്റെ പടത്തിൽ ശ്രീനിവാസൻ അഭിനയിക്കേണ്ടത്. അമരത്തിലെല്ലാം ശ്രീനിവാസനെല്ലാം നല്ലൊരു വേറെ റോള് കൊടുത്തിട്ടുണ്ടെങ്കിൽ പടത്തിൻ്റെ ഗതിയെ മാറും. ഒരു കടപ്പുറത്ത് ഒരു കോമഡി അവതരിപ്പിക്കുന്ന ഒരാളും കൂടി വേണമല്ലോ. പിന്നെ ചെമ്മീനിലെ SP പിള്ളലില്ലേ, അതേപോലെ പത്മരാജൻ്റെ പടത്തിലും അങ്ങനെ കണ്ടതായിട്ട് ഓർക്കുന്നില്ല. പിന്നെ ഈ വിശേഷിച്ച് ഏതാനും സിനിമകൾ, ആവനാഴി, അഹിംസ, അങ്ങനെ ചെറിയൊരു പടത്തിൽ, കുറച്ച് 2-3 പടത്തിൽ. ചന്ദ്രകുമാറിൻ്റെ പടത്തിൽ കണ്ടിട്ടേ ഇല്ല. അതേപോലെ ജേസിൻ്റെ പടത്തിലും ഇല്ല. പിന്നെ വേണു നാഗവള്ളിയെല്ലാം കുറേ പടം എടുത്തിട്ടില്ലേ, വേണു നാഗവള്ളിൻ്റെ പടത്തിലും അഭിനയിച്ചോന്നറിയില്ല. അതുപോലെ സാജനെല്ലാം അന്നത്തെ കാലത്ത് മൾട്ടി സ്റ്റാർ ഫിലിമിൽ എടുക്കുന്നതാണ്. സാജൻ്റെ പടത്തിലും ശ്രീനിവാസൻ കണ്ടത്. ശ്രീനിവാസൻ അഭിനയിക്കുന്നത് കമൽ, പ്രിയദർശൻ, സത്യൻ അന്തിക്കാട്, പിന്നെ വേറെ പുതുമുഖ സംവിധായകർക്ക് ഡേറ്റ് കൊടുക്കും.
ഇവർ ഈ പറഞ്ഞ വാണിജ്യ സിനിമകളുടെ പ്രധാനപ്പെട്ട സംവിധായകയിലൊന്നും ശ്രീനിവാസൻ അഭിനയിച്ചിട്ടില്ല. എന്നിട്ടും ശ്രീനിവാസനേക്കാളും വലിയ നടൻ മലയാള സിനിമയിൽ ഒരു 5 ഏറ്റവും വലിയ നടന്മാരെടുത്താൽ ശ്രീനിവാസൻ ഒരാൾ ശ്രീനിവാസനായിരിക്കും. കാരണം മലയാളികൾ അത്ര ഇഷ്ടപ്പെട്ടു പോയ ഒരു ജനപ്രിയ നടനാണ് ശ്രീനിവാസനെല്ലാം ജനപ്രിയ നടൻ കണ്ടത്. അതിനെക്കുറിച്ച് ഞാൻ ശ്രീനിവാസനെക്കുറിച്ച് ഒരു അനുസ്മരണം ചെയ്തതാണ്. ഓക്കെ.